വേമേഗാഡ് കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ ഒത്തുചേർന്നപ്പോൾ പിറന്നത് അവിസ്മരണീയമായ കുറച്ച് നല്ല ഓർമ്മകൾ. ഒത്തുചേരലിന്റെ സന്തോഷവും പൊട്ടിച്ചിരികളും നിറഞ്ഞ ആ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുമായി ഇതാ പങ്കുവയ്ക്കുന്നു. 2026 ഓഗസ്റ്റ് 24 1:30 ആയപ്പോഴേക്കും നമ്മളെ ബസ് ഇവിടെ ചെറുവണ്ണൂർ എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ് കയറുക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ കുറേ പേര് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പേരാണ് കയറുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറുകയാണ്. അപ്പോൾ 2 ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ ബസ് ചെറുവണ്ണൂർ ഭാഗത്തുനിന്നും രണ്ടാമത്തെ ബസ് ചേളാരി പേട്ട ഭാഗത്തുനിന്നുമാണ് വന്നത്. അപ്പോൾ ഈ ബസ്സിൽ ഉള്ള ആളുകളൊക്കെ നേരത്തെ ഒരുപാട് പേര് കിണാശ്ശേരി ഭാഗത്തുനിന്നുള്ള നമ്മുടെ സിദ്ദിഖാക്കിൻ്റെ ഫാമിലിയൊക്കെ ഇതിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളും കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇനി പേട്ട ഭാഗത്തുനിന്നാണ് കയറുന്നത്. അപ്പം നമ്മൾ ഇനി നേരെ പേട്ടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പേട്ടയിൽ എത്തിയപ്പോൾ ഓൾറെഡി മറ്റേ ബസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ബസ്സിൽ ഏകദേശം ആൾക്കാർ ഫില്ലായിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ കൊടക്കാട്ട് ഫാമിലി മുഴുവനും ഇതിൽ ഹാജരായിട്ടുണ്ട്. അപ്പോൾ 2 മണിയോട് കൂടിയിട്ട് നമ്മളെ 2 ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പേട്ടയിൽ കുറച്ച് ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. നമ്മൾ വീത്താത്തേക്ക് കടലമുട്ടായി വേണം. അപ്പോൾ കടലമുട്ടായി വേണം എന്ന് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് ഇപ്പോൾ അവിടെ കേൾക്കുന്നത്.
എത്തിയിട്ടുള്ളത് ഫോറൻസ റിസോർട്ടിലാണ്. അപ്പൊ കുറെ മാനുകളൊക്കെ ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള മാനുകളാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല റിലാക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി പാട്ടോട് കൂടിയിട്ടാണ്, നമ്മളെ ഒരു വേമ്പേങ്ങാട്ടിനെ കുറിച്ചുള്ള ഒരു പാട്ടോട് കൂടിയിട്ടാണ്. മജീദ് മരുമോളാണ് ആ പാട്ട് എഴുതിയത്, നമ്മൾ മജീദ് കാക്ക തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കേട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബം മനമായ സ്നേഹത്തിൻ പൂത്തിരി തിളക്കം മധുവൊഴുകും ഫോറൻസ് റിസോർട്ടിൽ ആഘോഷത്തിലെ ഇളക്കം സൗഹൃദത്തിൻ സന്മനസാല സുന്ദര സുദിനം വന്നണഞ്ഞല്ലോ മതിമറന്നേ ആഘോഷ പുലരിയിൽ കുടുംബങ്ങൾ അണിചേരുന്നേ മുഹമ്മദ് വെമ്പങ്ങാട്ട് കുടുംബം 7 മക്കളെ
സ്നേഹത്തിൻ കുടുംബം മുഹമ്മദ് ആമിനത്തന്റെ പെങ്ങാട്ട് കുടുംബം എഴുമക്കളടങ്ങുന്ന സ്നേഹത്തിൻ കുടുംബം മറിയം കുഞ്ഞിന്റെ അബൂബക്കർ വീരാൻകുട്ടി പിന്നെ പാട്ടയുമുണ്ടല്ലോ മഹനീയമാട്ട് കുടുംബം മനമാകെ സ്നേഹത്തിൻ പൂത്തിരി തിളക്കം മധുവൊഴുകും സ്വട്ടിൽ ആഘോഷത്തിന്റെ ഇളക്കം മക്കളിലും ഈ സ്നേഹം തലമുറകളിലേക്ക് വരട്ടെ പരസ്പരം തലമുറകളിൽ പകരട്ടെ പരസ്പരം താങ്ങായി തണലായി തുണയായി കൂടട്ടെ ഇമ്പം നിറയട്ടെ ബന്ധങ്ങൾ നിലനിൽക്കട്ടെ അല്ലാഹുവിൻ കാരുണ്യം ഇന്നും എന്നും ചെറിയട്ടെ മഹനീയമാട്ട് കുടുംബം മനമാകെ സ്നേഹത്തിൻ പൂത്തിരി തിളക്കം മധുവൊഴുകും ആഘോഷത്തിരയിളക്കം പൊന്നിക്കുന്ന സ്വാധീനം മേമ്പട്ട് കുടുംബത്തിൻ അഭിമാന നിമിഷം പല പല കാര്യങ്ങൾ ഒന്നിക്കുന്ന സുദിനം കുടുംബത്തിൻ അഭിമാന നിമിഷം മറ്റൊരു പൂർവികരും സന്തോഷിക്കും നിമിഷം പടച്ചവന്റെ ചൊരിയട്ടെ ഹൃദയം മഹനീയമാകും സ്നേഹത്തിൽ മധുരകും മടിമറന്നേ மூணாவது படம்
വേദിയിലേക്കാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. ഒന്ന് കൈയടിക്കൂ. മൂന്നാമത് കിട്ടിയാണല്ലേ. ഓരോരുത്തരും ഓരോ കളിയുണ്ടോ ഇതാ ഏതോ ഒരാൾ പോകുള്ളൂ.
നൂറൊക്കെ ഫസ്റ്റ് എവിടെ നിൽക്കേ എന്താണ് അവിടെ നിൽക്കൂ ആ നിക്കേ തന്റെ ഒപ്പനാണോ അവിടെ നിന്നോളി തീരുമാനമായില്ല എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് ഉറപ്പിച്ച് ഇത് പൊട്ടിക്കേണ്ടത് കൈ ഒരു കൈ കൊണ്ട് പൊട്ടിക്കും, മറ്റോടെ കൈക്ക് തല പൊട്ടിക്കാനോ കാല് പിടിക്കാനോ അല്ലെങ്കിൽ കൊല്ലി പിടിക്കാനോ നിൽക്കരുത് കേട്ടോ. റൗണ്ടിൽ നിൽക്കും. റെഡി, 1 2 3. പാട്ട്
ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. സബരി ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ഒന്ന് കൈയടിച്ചോ. കൈയടിച്ചെടുക്കട്ടെ, കൈയടിക്കല്ലാരും ഒന്ന്. എന്താണ് കൈയടിക്കുന്നതിന് കൃഷി കാണിക്കുന്നത്? ആ മോൻ പുറത്ത്. ആ പോട്ടെ. ശരി ശരി. ആ Sorry. Lagi kakak. Lagi kakak. Come on, come on. India.
രാത്രിയിൽ വാചകോ ശാലികൾ കൊണ്ടുവാ
കൊമ്പടി കരുതലേ കപ്പടി തടിക്കുളമ്പടി ശബനീരാത്രി വാചകശാലികൾ കൊണ്ടുവാ ഓ കൊണ്ടുവാ ഈ രാത്രിയിൽ കാണാത്ത സ്വപ്നങ്ങൾ രക്തങ്ങളാക്കുന്നതാര് ആകാശ കൂടാരത്തി നിലാവിന്റെ പാൽപ്പിന്നം നീട്ടുന്ന ആരാളെ ഞാൻ പൊന്തിക്കും ഇത് പോണില്ല നോക്കിക്കോളെ പോണില്ല മക്കളെ മുമ്പിൽ മതി ഇത് മതി വേഗം നിങ്ങള് പൊന്താക്കി ഇതായില്ലല്ലോ അത് പോരാ ഫോട്ടെടുക്കല് ആസ്വദിക്കുക ഛർദിക്കാൻ നമ്മളെ ചെറുപ്പകാലത്ത് എങ്ങനത്തൊന്നും കണ്ടില്ല മാറിക്കോ ഞാൻ മാറിക്കോളാം അതാ കണ്ട വലിയ ആശയൊന്നും അറിയാം ഞാൻ കയറിയിട്ട് പിടിച്ചോളിട്ടോ പിടിച്ചോളിട്ടോ കിട്ടോ
ഇത് പൊട്ടിച്ചത് വലാണ് പൊട്ടിച്ചത് നമ്മളെ സെക്രട്ടറി പരിപാടി 10 വയസ്സിന് താഴെ ബേബി പൂച്ചാ മതി വറുത്തിട്ടിട്ട് എടുക്കാനാ ഫുള്ള് തെങ്ങും തോപ്പം വേണ്ടി മാജിക്കറി നമ്മുടെ കാലുകൾ എടുത്ത് അപ്പൊ ഇത് രണ്ട് കാല മനസ്സിലാകാത്തതുണ്ടോ? മനസ്സിലായില്ലല്ലേ പറഞ്ഞ്? ഏതാ രണ്ട് കാല് ഇത് രണ്ട് കാലുകളാണ്. ഈ രണ്ട് വിരലുകള് അതായത് ചെറുവിരലും സ്മാൾ ഫിംഗറും പിന്നെ റിംഗ് ഫിംഗറും നമ്മുടെ മോതിര വിരലും ഇത് രണ്ടും എന്താണ്? കൈകളാണ്. അപ്പൊ ഇതിന് മാത്രം നമ്മൾ പഠിക്കാം. അല്ലല്ല ചൂണ്ടുവിരലല്ല ഇതാണ്. ആ ചൂണ്ടുവിരലാണ് കേട്ടോ പറഞ്ഞത്. യെസ്, ചൂണ്ടുവിരലും നമ്മുടെ ചെറിയ വിരലും ഇത് രണ്ടുമാണ് എന്ത്? കൈകൾ. ഞാൻ മടക്കി വെച്ച രണ്ട് വിരലുകള്, മടക്കി വെച്ച രണ്ട് കൈ, ഇത് രണ്ടും ഏതാണ്? കാലുകൾ. അപ്പം നമ്മുടെ രണ്ട് കാലുകൾ മാത്രമില്ല. അപ്പൊ ഈ കാലുകൾക്ക്, നമ്മുടെ കാലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമുക്ക് ഈ രണ്ട് വിരലുകളില് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി എന്നുള്ളത്. വളരെ എളുപ്പമാണ്, മനസ്സിലായില്ല? അപ്പൊ രണ്ട് കാലുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാലുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഖണ്ഡങ്ങളുണ്ട്, 3 ജോയിന്റുകൾ. ഒരു ജോയിന്റ് ഇവിടെ ആണ്, കണ്ടില്ലേ? ഒരു ജോയിന്റ് ഇവിടെ ഉണ്ട്, ഒരു ജോയിന്റ് ഇവിടെ ഉണ്ട്. രണ്ടിനും അങ്ങനെ തന്നെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ജോയിന്റ്, ഈ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒരു വേദന ഉണ്ട്. ഈ സൈഡിൽ വേദന ഉണ്ട്, വലത്തെ സൈഡില്, ഇടത്തെ സൈഡിൽ വേദന ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഏതായാലും ശ്രദ്ധിക്കില്ല. നല്ല അത്യാവശ്യം. അപ്പൊ ഈ രണ്ട് വിരലുകൾ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ട് വിരലുകളാണ്. ഇത് ഇടത്തെ വിരലാണ്, ഇതോ വലത്തെ വിരലുമാണ്. ഇടത്തെ കാലിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? അല്ല, ഇങ്ങനെ പിടിക്കണം. കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ടാണ് നിങ്ങൾ അത് പിന്നെ അളവ് നോക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ടല്ല, ഇങ്ങനെ പിടിക്കണം.
കൈ ഇങ്ങനെ പിടിക്കണം. അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോഴ് ഈ വിരല് ഇടത്തെ കാലാണ്, ഇത് വലത്തെ കാലാണ്. അപ്പൊ അതാത് കാലിന്റെ വിരല് അതാത് ഭാഗത്തുള്ള നടുവിരലായിരിക്കും അല്ലേ? നോക്ക്, നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോഴ് എന്റെ വലത്തെ കാല് എന്ന് പറയുന്നത് നടുവിരലാണ്, എന്റെ ഇടത്തെ കാല് എന്ന് പറയുന്നത് ഈ കാലിലെ നടുവിരലാണ്. പറഞ്ഞ മനസ്സിലാകായി ഉണ്ടോ? മനസ്സിലായിണോ? എന്താ പറഞ്ഞത്? നടുവരല്. ആ അതെ, ഇടത്തെ കാലിന്റെ അപ്പം നമ്മുടെ അതാത് കാലിന്റെ നടുവിരലാണ് അതാത് കാലിനെ പ്രതിനിധീകരിക്കുന്നത്. അതാത് കൈയിന്റെ നടുവിരലാണ് അതാത് കാലിനെ പ്രതിനിധീകരിക്കുന്നത്. ഇടത്തെ കാലിന്റെ ഇടത്തെ നടുവിരലും വലത്തെ കാലിന്റെ വലത്തെ നടുവിരലും പ്രതിനിധീകരിക്കും. എളുപ്പമായില്ലേ? ഇനിയിപ്പോ ആൾക്ക് അപ്പൊ അങ്ങനെ വരുമ്പോഴ് നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഈ ഭാഗം നടുവിലായിട്ട് അല്ല, ഏത് കാലിനാണോ നമുക്ക് വിരലിന് പ്രശ്നം വന്നാലല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ അരക്ക് ആരാണ് ഈ കാണുന്നത്? മനസ്സിലായോ? കാലിന്റെ അരയാണ് നമ്മുടെ ഈ ഭാഗം, കാലിന്റെ മുട്ടാണ് ഈ ഭാഗം, രണ്ടാമത്തെ ജോയിന്റ്. ഈ മുട്ടിന്റെ എൻഡ് മനസ്സിലായില്ലേ? ഇവിടെയാണ് നമ്മളുടെ ഈ നെരിയാണിയുടെ ഭാഗം, ആംഗിൾ ജോയിന്റ് എന്ന് പറയും, നെരിയാണിയുടെ ഭാഗം. അപ്പൊ ഒരാൾക്ക് നെരിയാണിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. എന്ത് ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഞാൻ പറയാം. ഒരാൾക്ക് കാൽമുട്ടിനാണ് വേദനയെങ്കിൽ നമുക്ക് ഇവിടെ മുട്ടിന് വേദന ചെയ്യാം. ഇനി കാലിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്തു നോക്കൂ. നിങ്ങളുടെ കാൽമുട്ടിന്റെ ഏത് ഭാഗത്താണോ വേദന, കാൽമുട്ടിന്റെ ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോ വേദന ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാൽമുട്ടിന്റെ കാലിങ്ങനല്ല വെച്ചത്, ഇവിടെ ഒന്ന് നെക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. ഈ ഭാഗത്താണ് നിങ്ങൾക്ക് വേദന ഉള്ളതെങ്കിൽ കൈയില് ഈ ഭാഗത്ത് വേദന ഉണ്ടാവും. കാൽമുട്ട വേദന ഉള്ളവരൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കും. നിങ്ങളൊന്ന് ആദ്യം കാൽമുട്ട ഒന്ന് ഇവിടെ നെക്കി നോക്കുക, ഏത് ഭാഗത്താണ് വേദന ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ചില ആളുകൾക്ക് കാലിന്റെ പള്ള ഭാഗത്താണ് വേദന, ഈ ഭാഗത്താണ് അടിഭാഗത്താണ് വേദന, കാലിന്റെ ഈ ഭാഗത്തായിരിക്കും വേദന. മനസ്സിലായില്ല? അപ്പൊ എങ്ങനെ മുമ്പിൽ വന്നത് പറ്റും? കാലിൽ നോക്കള്, കാലിന്റെ എവിന്റെ നിറം ഈ ഭാഗത്തല്ലേ, കുറച്ചുകൂടി വൈറ്റ് നിറം ഇവിടെയല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ആ കാലിന്റെ വൈറ്റ് നിറം ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ കാലിന്റെ അടിഭാഗത്ത് ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചപ്പം വേദന ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതേ സമയത്ത് കാലിന്റെ പെറ്റല്ല, കാലിന്റെ എന്താ പറയാ ചിരട്ടന്റെ മുകളിലാണ് പ്രശ്നമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇവിടെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. ആർക്ക് ഇവിടെ കാലിനോട് വേദന എന്ന് പറഞ്ഞത്? അക്കാലിന്റെ മുട്ട് നോക്കാണ് ആ കാലാണ്. ഇവിടെ വേദന ഉണ്ടോ? ഞാൻ ഈ നെറ്റി കൊടുത്ത് അതിന് മുമ്പായിട്ട് അത് നമ്മൾ ഇവിടെ നോക്കുക, ഡയഗ്നോസ് ചെയ്യണല്ലോ. അതാണ് ആദ്യം നല്ലത്. എന്നിട്ടാണ് നമുക്ക് ഡോക്ടർ ഇവിടെ നോക്കുക. ഇവിടെ വേദന ഉണ്ടോ? ഞാൻ നെറ്റ് കൊടുത്ത് ഇല്ലെങ്കിൽ ഉണ്ട് തന്നാൽ മതി. ഉണ്ട്. ഇവിടെ വേദന ഉണ്ടോ? അത്ര ഇല്ലല്ലോ. ഇല്ല.
ഇതിനെത്ര വേദന തോന്നുന്നില്ല. ഇതിലാണ് വേദന. ഇതിന് വേദന ഉണ്ടാവും ഇല്ല. ഇവിടെ വേദന ഉണ്ടാവും. കാല് വേദന ഉള്ളത് ഇവിടെ. അപ്പൊ കാലിന്റെ ഇതിലാണ് വേദന ഉള്ളത്. ലാറ്ററൽ സൈഡ് ഈ ഭാഗത്താണ് അവർക്ക് വേദന ഉള്ളത്. കാലിന്റെ മുട്ടിന്റെ ഈ ഭാഗത്ത് ഔട്ടർ സൈഡ്. വേദനയില്ലേ? മുഖം നോക്കുന്ന ഉറപ്പായി അത്രയില്ല. അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്കത് മനസ്സിലല്ലോ. ഇവിടെ നിൽക്കുമ്പോ അവളെ നീന്ത ഇങ്ങനെ ആകുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോ അത് പ്രശ്നമില്ല. ഇവിടെ നിൽക്കുമ്പോ വേദന ഉണ്ടോ? ഇല്ല. ഇതിനോ? അപ്പൊ ഇവിടാണ് ആ വേദന നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മുട്ടിനെ മൊത്തമല്ല, മുട്ടിന്റെ ഏത് ഭാഗത്ത് ഏത് ജോയിന്റില് ഏത് പോയിന്റില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മഷാല്ലാ റസാഖാക്കൻ്റെ നല്ലൊരു ക്ലാസ് ഉണ്ടായിന്. എൻ്റെ ഫോൺ ഓഫായി പോയതുകൊണ്ട് ക്ലാസ് മുഴുവൻ കിട്ടിയില്ല. അപ്പോൾ നമ്മളത് ആ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ച് നമ്മൾ എല്ലാവരും ലഗേജൊക്കെ ആയിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ ബസ്സിലേക്കുള്ള യാത്രയാണ്. ബസ് ഇവിടെ എത്താത്തത് കൊണ്ട് നമ്മൾ നടന്നിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അതൊരു ഭയങ്കര ഒരു രസമായിരുന്നു. അത് ഇപ്പോൾ നമ്മളിപ്പം ഡയറക്റ്റ് കാർ കയറി പോകുമ്പോൾ ഈ ഒരു രസം നമുക്ക് കിട്ടൂല. പക്ഷേ കുറച്ചൊരു ടഫ് ആയിന്. പിന്നെ നമുക്കിങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു സന്തോഷമാവും. അത് കുറച്ച് കഴിഞ്ഞ് ഇപ്പം നമുക്കത് കാണുമ്പോൾ ബോറായി തോന്നെങ്കിലും നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയതും അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഒരു ഓർമ്മകൾ തന്നെയാണിത്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു യാത്രയോട് കൂടി. ഇതുപോലെ ഒരുപാട് യാത്രകൾ ഇനിയും നമുക്ക് പോകാൻ കഴിയട്ടെ. ആമീൻ.